السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സുദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവ് കോഗ്നിറ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തീം ഉയർത്തിക്കൊണ്ട് 2-3 ദിവസമായി വളരെ ഭംഗിയായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1990-കളിൽ പ്രശസ്ത ഭൗമശാസ്ത്രജ്ഞനായ കോൾ സാഗൻ്റെ ഒരു വളരെ പ്രശസ്തമായ ചിത്രം പുറത്തു വരികയുണ്ടായി. ഭൂമിയിൽ നിന്നും 10,000-കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് ഭൂമിയുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നതായിരുന്നു ആ ചിത്രത്തിലൂടെ അദ്ദേഹം പങ്കുവച്ചിരുന്നത്. ആ ചിത്രത്തിൻ്റെ പേര് ദി പെയിൽ ബ്ലൂ ഡോട്ട് എന്നതായിരുന്നു. ഭൂമിയിൽ നിന്നും വളരെ അധികം കിലോമീറ്ററുകൾ ദൂരെ നിന്ന് ഭൂമിയെ നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു പൊട്ടുപോലാത്ത ഒരു ഡോട്ട് മാത്രമാണ് ഭൂമി എന്നത് ലോകത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിച്ചു കളഞ്ഞു. ആ ചെറിയ ഡോട്ടിൽ നിന്നുകൊണ്ടാണ് മനുഷ്യർ തമ്മിൽ തർക്കിക്കുന്നത്, യുദ്ധങ്ങൾ നടത്തുന്നത്, രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുന്നത്, വലിയ വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കുന്ന സാമ്രാജ്യങ്ങൾ അത് ചരിത്രത്തിൽ ഇല്ലാതെയായി പോകുന്നത് ഒരു ചെറിയ കുത്തിൽ ഇരുന്നു കൊണ്ടാണ്, ഒരു ഡോട്ടിൽ ഇരുന്നു കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. പ്രപഞ്ചം എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സാണ്, വൈവിധ്യം നിറഞ്ഞതാണ്. ട്രില്യൺ കണക്കിന് ഗാലക്സികളും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ നിറഞ്ഞതാണെന്ന് നമുക്കറിയാം. നമുക്കിടയിൽ ജൈവ വൈവിധ്യം മാത്രം 8.7 മില്യൺ സ്പീഷീസുകൾ ഉണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഏകദേശം അതിൻ്റെ 85% സ്പീഷീസുകളെക്കുറിച്ചും ഇനിയും പഠനം പോലും നടക്കേണ്ടിയിരിക്കുന്നു. 8.7 മില്യൺ സ്പീഷീസുകളിലെ ഒരു സ്പീഷീസ് മാത്രമാണ് മനുഷ്യരെന്ന് പറയുന്നത്. ഈ മനുഷ്യരല്ലാത്ത ജീവികളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും വ്യതിരിക്തമാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ ആകെത്തുകയാണ് നമ്മൾ സംസ്കാരം അതല്ലെങ്കിൽ മാനവികത എന്നൊക്കെ പറയുന്നത്. ആ മാനവികതയിലേക്ക് നാം എടുക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനെടുത്ത പ്രോസസ്സിനെ ഒന്നാകെ നാം പറയുന്ന പേരാണ് സംസ്കാരം എന്നൊക്കെ പറയുന്നത്. മനുഷ്യനെ മനുഷ്യനായി നിലനിർത്തുന്ന ഈ കാര്യങ്ങൾ, അതിനെ ഒന്നുകൂടി ഉറപ്പിക്കുക എന്നുള്ളതാണ് സാഹിത്യവും കലയുമൊക്കെ എക്കാലത്തും ചെയ്തു പോന്ന ഒരു ചരിത്രപരമായ ദൗത്യമെന്ന് പറയുന്നത്. എന്താണ് കല, എന്താണ് സാഹിത്യം, എന്തിനാണ് വര, എന്തിനാണ് എഴുത്ത്, എന്തിനാണ് ഇത്തരം പരിപാടികൾ, എന്തിനാണ് സാംസ്കാരിക പരിപാടികൾ എന്നൊക്കെയുള്ള ചർച്ച ഈ സാഹിത്യവും കലയും ഒക്കെ തുടങ്ങിയ കാലം തൊട്ട് തന്നെയുണ്ട്. ഒറ്റവാക്കിൽ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് മനുഷ്യനെ മനുഷ്യനായി തന്നെ നിലനിർത്താനാണ് ഇത്തരം ഇടപെടലുകൾ എന്ന് പറയുന്നത്. മനുഷ്യനെ നീച്ചെ നിരീക്ഷിക്കുന്നത് മനുഷ്യൻ്റെയും അതിമാനുഷികൻ്റെയും മൃഗത്തിൻ്റെയും ഇടയിലുള്ള ഒരു യാത്രയായിട്ടാണ്. ഏത് നിമിഷവും മനുഷ്യന് ഒരു അതിമാനുഷികനാകാനുള്ള സാഹചര്യവും അതേപോലെ തന്നെ മൃഗമായി മാറാനുള്ള സാഹചര്യമുണ്ട്. മനുഷ്യൻ മൃഗമായി മാറുന്നതിൻ്റെ ഒരുപാട് വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദിനേനെ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മയെ ആക്രമിക്കുന്ന മകനും അതല്ലെങ്കിൽ ഭാര്യയെ ആക്രമിക്കുന്ന ഭർത്താവും, ഇങ്ങനെ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളുടെ പവിത്രതയെ ഒരു വശത്ത് നാം പഠിക്കുമ്പോഴും അതിന് വിപരീതമായി, അതിന് എക്സെപ്ഷനായി ഒരുപാട് മൃഗതുല്യമായ വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നീച്ചെ മനുഷ്യനെ മൃഗത്തിൻ്റെയും അതിമാനുഷികൻ്റെയും ഇടയിലുള്ള ഒരു യാത്രയായി മനുഷ്യ ജീവിതത്തെ അദ്ദേഹം അടയാളപ്പെടുത്തിയത്. ടാഗോർ വളരെ ഭംഗിയായി ഇത് പറഞ്ഞു വെക്കുന്നുണ്ട്. മനുഷ്യൻ മൃഗമായാൽ മൃഗത്തേക്കാൾ അധപ്പതിക്കുമെന്നാണ് ടാഗോർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതേ ടാഗോർ തന്നെ മനുഷ്യൻ്റെ നിഷ്കളങ്ക ഭാവത്തെയും പറയുന്നുണ്ട്. മനുഷ്യൻ ഒരു നിഷ്കളങ്ക ഭാവത്തോടെ മനുഷ്യൻ മാനവിക മൂല്യങ്ങളെ നന്നായി മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ഒരു അതിമാനുഷികനായി മാറും.
അങ്ങനെയാണ് ഒരു ചെറു കുഞ്ഞ് രാത്രി ഉറക്കത്തിൽ അമ്മയെ കാണാൻ വേണ്ടി എണീക്കുന്ന ഒരു ചെറു കുഞ്ഞിൻ്റെ അനുഭവം ടാഗോർ പറഞ്ഞു വെക്കുന്നത്. രാത്രി ഏറെ വൈകി കുഞ്ഞ് എണീറ്റ് അമ്മയെ കണ്ടുകൊണ്ട് വീണ്ടും ഉറങ്ങുകയാണ്. കുഞ്ഞ് എണീക്കുന്നത് അമ്മയെ കാണാൻ വേണ്ടി മാത്രമാണ്. കുഞ്ഞ് വീണ്ടും എണീക്കുന്നത് അമ്മയെ കാണാൻ വേണ്ടി മാത്രമാണ്. ഇങ്ങനെ വളരെ നിഷ്കളങ്കമായി നമ്മുടെ ഉമ്മയെ, നമ്മുടെ അമ്മയെ കാണാൻ വേണ്ടി മാത്രം നോക്കാനുള്ള കഴിവ് ഇടയ്ക്കെവിടെയോ വെച്ച് കുഞ്ഞുങ്ങളായിരുന്ന എൻ്റെയും നിങ്ങളെപ്പോലെയുള്ള സകല മനുഷ്യർക്കും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇത്തരം മാനവിക മൂല്യങ്ങളെ തിരിച്ചു പിടിക്കാനുള്ള ഇടപെടലാണ് കലയും സാഹിത്യവും ഒക്കെ ചരിത്രപരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദൗത്യം എന്ന് പറയുന്നത്. ഈ ഒരു മാനവിക മൂല്യങ്ങൾ തിരിച്ചു പിടിക്കണമെങ്കിൽ മറ്റുള്ള ആളുകളുടെ പ്രയാസങ്ങളെ തിരിച്ചറിയാൻ, മറ്റുള്ള ആളുകളുടെ പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ അവരെ വശത്തു നിന്ന് നോക്കിക്കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മല്ലാത്ത ആളുകളെ പറ്റി ആലോചിക്കാനും മനസ്സിലാക്കാനും അവരുടെ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിഖ്യാതമായ കഥകൾ, കവിതകൾ വായിക്കുമ്പോൾ, ബഷീറിൻ്റെ ജന്മദിനം വായിക്കുമ്പോൾ, വിശപ്പിനെ പറ്റിയുള്ള ജന്മദിനം എന്ന ചെറിയ കഥ വായിക്കുമ്പോൾ നമുക്ക് കൂടി വിശക്കുന്നത് ഇങ്ങനെ ചുറ്റുമുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ പറയുന്നത് കൊണ്ടാണ്. ചുറ്റുമുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങളുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് എഴുത്ത് നടത്തുന്നത് കൊണ്ടാണ്, കവിത എഴുതുന്നത് കൊണ്ടാണ്, വരക്കുന്നത് കൊണ്ടാണ് കലകളൊക്കെ ഇങ്ങനെ കാലത്തെ അതിജയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബഷീറിൻ്റെ ജന്മദിനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കൂടി വിശക്കുകയാണ്. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിലെ സ്വന്തം പെങ്ങളുടെ വിശപ്പ് മാറാൻ വേണ്ടി റൊട്ടി മോഷ്ടിക്കുന്നൊരു കഥാപാത്രമുണ്ട്. തീർച്ചയായിട്ടും അത് നാം വായിക്കുമ്പോൾ നമുക്ക് കൂടി അത് റിലേറ്റ് ചെയ്യാൻ, നമ്മുടെ ജീവിതം കൂടി അത് ബന്ധപ്പെട്ട് കിടക്കുന്നതായി നമുക്ക് തോന്നുകയാണ്. തകഴിയുടെ തോട്ടിയുടെ മകൻ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും 1950കളിലെ ആലപ്പുഴ പട്ടണത്തിലുണ്ടായിരുന്ന തോട്ടിപ്പണി ചെയ്തിരുന്ന, സമൂഹത്തിൽ വളരെ അടിസ്ഥാന ജോലി ചെയ്തിരുന്ന അവരുടെ പ്രയാസം നമ്മുടെ കൂടി പ്രയാസമായി മാറുകയാണ്. അങ്ങനെ നാം അറിയാത്ത ജീവിതങ്ങളെ കഥയിലൂടെ, കവിതകളിലൂടെ, എഴുത്തുകളിലൂടെ, വരകളിലൂടെ നാം വായിക്കുമ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞ താതാത്മ്യം പ്രാപിക്കലിൻ്റെ ഒരു സാധ്യത അവിടെ വികസിക്കുന്നത്. ഞാനല്ലാത്ത ആളുകളുടെ പ്രശ്നങ്ങളോട് എനിക്ക് താതാത്മ്യം പ്രാപിക്കാൻ സാധിക്കണമെങ്കിൽ ഞാനല്ലാത്ത ആളുകളുടെ പ്രശ്നങ്ങൾ അവയുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ന്യൂറോ സയൻസിൽ മിറർ ന്യൂറോൺ എന്നുള്ള ഒരു ആശയമുണ്ട്. മിറർ ന്യൂറോൺ എന്ന് പറയുന്നത്, ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ എൻ്റെ തലച്ചോറിൽ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന ഉണർന്നിരിക്കുന്ന ന്യൂറോണുകൾക്ക് തുല്യമായ ന്യൂറോണുകൾ ഞാൻ ആ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരാളിലും ഉണർന്നിരിക്കുമെന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരാൾക്ക് ഒരു 500 രൂപ കടം കൊടുക്കുകയാണെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ എൻ്റെ തലച്ചോറിലെ ഉണർന്നിരിക്കുന്ന ന്യൂറോണുകൾക്ക് തുല്യമായ ന്യൂറോണുകൾ ഞാൻ ഈ 500 രൂപ കൊടുക്കുന്നു എന്ന പ്രവൃത്തി കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ അനിയൻ, എൻ്റെ സുഹൃത്ത് അത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളുടെ തലച്ചോറിലും അത് അതുപോലെ ഉണർന്നിരിക്കുമെന്നുള്ളതാണ്. ഇതാണ് നാം സോഷ്യലി താതാത്മ്യം പ്രാപിക്കുക എന്ന് പറയുന്നത്. ഒരാളുടെ പ്രശ്നം കാണുമ്പോൾ ആ പ്രശ്നം അനുഭവിക്കുന്നയാളിലെ ന്യൂറോണുകൾക്ക് തുല്യമായ ന്യൂറോണുകൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിക്കുന്ന, അതല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മറ്റൊരു മനുഷ്യൻ്റെ തലച്ചോറിലും ഇങ്ങനെ മിറർ ന്യൂറോണായി, ഇങ്ങനെ കണ്ണാടി നാഡീകോശങ്ങളായി അത് ഉത്തേജിക്കപ്പെടുന്നത് കൊണ്ടാണ് മനുഷ്യർക്ക് ഈ താതാത്മ്യം പ്രാപിക്കാനുള്ള കഴിവ് ലഭിക്കുന്നത്. അവിടെയാണ് എമ്പതി എന്ന ആശയത്തിൻ്റെ തുടക്കമുണ്ടാകുന്നത്. ആ എമ്പതിയാണ്, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കലയും സാഹിത്യവും ഒക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതേ ഒരു ശ്രമം തന്നെയാണ് ലെറ്റ്സ് സ്മൈൽ ഇറ്റ്സ് ചാരിറ്റി എന്ന് പറയുമ്പോൾ, സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ധർമ്മമാണെന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് പറയുമ്പോൾ, അതുമല്ലെങ്കിൽ എർമൂക്ക് യുദ്ധത്തിൽ നാം ചരിത്രം വായിച്ചതുപോലെ ഒരാൾ ഇങ്ങനെ ഷഹീദാവൻ അല്ലെങ്കിൽ രക്തസാക്ഷ്യം മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഒരിറ്റി വെള്ളത്തിന് വേണ്ടി വളരെ വളരെ പ്രയാസപ്പെട്ട ആ വെള്ളം ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തൊട്ടപ്പുറത്ത് നിന്ന് വെള്ളത്തിന് വേണ്ടി ആവശ്യപ്പെടുന്ന മറ്റൊരു സഹോദരൻ്റെ ശബ്ദം കേട്ടപ്പോൾ അത് അങ്ങോട്ട് നീട്ടിവെക്കാൻ ശ്രമിച്ച ആ താതാത്മ്യം പ്രാപിക്കലിൻ്റെ, ആ എമ്പതിൻ്റെ, ആ സഹോദര സ്നേഹത്തിൻ്റെ, ആ ഫ്രറ്റേണിറ്റിയുടെ, സാഹോദര്യത്തിൻ്റെ വലിയ വലിയ ഒരു
വലിയൊരു ചിത്രമാണ് നാം നമ്മുടെ ആത്മീയ ചർച്ചകളിൽ പോലും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് നൈതികമായ സാഹിത്യത്തിലും നീതിപൂർവമുള്ള രാഷ്ട്രീയത്തിലും നല്ല ആത്മീയതയിലും ഒക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഗാന്ധി അന്ത്യോദയ എന്ന ആശയം മുന്നോട്ട് വെക്കുമ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ത്യോദയ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ അവസാനത്തെ ആളുടെയും പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെടണമെന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ അവസാനത്തെ ആളുടെയും പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. രാജ്യത്തെ പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെടാത്ത ഒരാളും ബാക്കിയായി ഉണ്ടാവാൻ പാടില്ല. രാജ്യത്തെ എത്ര കുഗ്രാമത്തിലുള്ള ആളാണെങ്കിലും എത്ര വിദൂരതയിലുള്ള ഗ്രാമത്തിലുള്ള ആളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രശ്നവും നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്, സമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നല്ല ശരിയായ രൂപത്തിലുള്ള ആത്മീയതയാവട്ടെ, നീതിപൂർവമുള്ള രാഷ്ട്രീയമാവട്ടെ, നൈതികമായിട്ട് ഉള്ള കല, ഇത്തരം സാംസ്കാരിക പരിപാടികളാവട്ടെ, അതെല്ലാം ഒരുമിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് അപരോന്മുഖത എന്നുള്ളതാണ്. അപരനെ മനസ്സിലാക്കി അവൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. അവന് വേണ്ടി ആലോചിക്കാനും അവന് വേണ്ടി ചർച്ച ചെയ്യാനും അവന് വേണ്ടി ചിന്തിക്കാനും അവന് വേണ്ടി പ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടെത്താനും അവന് വേണ്ടി സമയം നീട്ടിവെക്കാനും ആളുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു എളിയ ശ്രമമാണ് ഇവിടെ സാഹിത്യോത്സവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ കോഗ്നിറ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൗതിക പ്രതിരോധം എന്നുള്ള, എന്തിനാണോ നാം ഈ ഒരു നേരത്തെ ഞാൻ പറഞ്ഞ എമ്പതി, അപരോന്മുഖത, മറ്റു ചുറ്റുമുള്ള ആളുകൾക്ക് ഉപകാരം ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ തരത്തിൽ നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ കോഗ്നിഷനെ അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണമെന്നുള്ള എളിയ സന്ദേശം ഈ സാഹിത്യോത്സവം മുന്നോട്ട് വെക്കുന്നത്. എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും.